മീഡിയ വൺകാർക്ക് ഒരു ഗുണമുണ്ട്, അത് നമുക്കറിയാമല്ലോ. ഈ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വരെ വർഗീയത, ജാതീയത, വംശീയത എന്ന് പറയില്ല, വംശീയത കുത്തിച്ചെലുത്തുന്നവരാണ്. അവർ ഏത് കാര്യത്തിലും ഇത് കണ്ടുപിടിക്കും. അതിന് ഭയങ്കര അസാമാന്യമായി ബിരുദാണ് ഇവർക്കുള്ളത്. ഇപ്പോൾ രത്തൻ ടാറ്റ മരിച്ചപ്പോൾ അടുപ്പൂട്ടി ചർച്ചക്കാർ പറഞ്ഞു രത്തൻ ടാറ്റയുടെ കൈകളിൽ ചോരയുണ്ട്. കാരണം ടാറ്റ ഗ്രൂപ്പ് ഇസ്രായേലിനെ സഹായിക്കുന്നവരാണ്. ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികളെയും ആ യുവതികളെയും യുവാക്കളെയും ഒക്കെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അറബികളുടെ, ഫലസ്തീൻകാരുടെ, മുസ്ലിങ്ങളുടെ ചോര പുരണ്ട കൈകളാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഏത് വിഷയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇവർക്ക് വലിയ കഴിവാണ്, വലിയ താല്പര്യമാണ്, വലിയ സാമർഥ്യമാണ്. ഇപ്പോൾ അത് അർജൻറ്റീനയെക്കുറിച്ച് ഇതുപോലൊരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഈ അർജൻറ്റീന എന്ന് പറയുന്നത് ഭയങ്കര ഒരു നിയോ ഫാസിസ്റ്റ് രാജ്യമാണ്. അവിടെ ഭയങ്കരമായ ഫാസിസമാണ്. അവരാദ്യകാലം മുതൽക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയ കഥയല്ല പറഞ്ഞത്. അവിടെ ആദിമ നിവാസികൾ മാത്രമുള്ള കാലത്ത് ഈ സ്പാനിയാർഡ്സ് എന്ന് പറഞ്ഞ സ്പെയിൻകാരവിടെ ഭരിക്കും, അവിടെ കോളനിയോടൊക്കെ ചെയ്തു. അങ്ങനെ കോളനിയായിട്ട് തുടങ്ങിയ രാജ്യമാണ്. അതിൻ്റെ ഒരു കൊളോണിയൽ പാരമ്പര്യം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അവിടുത്തെ ടീമിൽ മുഴുവനും വെളുത്ത തൊലിയുള്ള ആളുകളാണ്, കറുത്ത വർഗ്ഗക്കാരാരുമില്ല. അതിൻ്റെ കാരണം ഇവർ കറുത്ത വർഗ്ഗക്കാരെ ടീമിലെടുക്കാത്തതാണ്. ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഈ അർജൻറ്റീനയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്ന് വെച്ചാൽ ഫലസ്തീന് എതിരെ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് സംഗതി ഭയങ്കര രസമാക്കി വെച്ചിരിക്കുകയാണ്.